അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് പദയാത്ര. മമ്മൂട്ടി കൺമണി നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണിത്. ടൈറ്റിൽ പ്രഖ്യാപനത്തിനോടൊപ്പം സിനിമയുടെ പൂജയും നടന്നു. സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററും പിന്നാലെ പുറത്തു വന്നു. ഇപ്പോഴിതാ മറ്റൊരു മമ്മൂട്ടി ചിത്രമായി ഈ പോസ്റ്ററിന്റെ സാമ്യമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയുടെ ക്ലൈമാക്സിൽ കടപ്പുറത്ത് കൂടി സ്ലോ മോഷനിൽ നടന്നു വരുന്ന മമ്മൂട്ടിയുടെ സീനുണ്ട്. ഈ നടത്തത്തെ ഓർമ്മിപ്പിക്കുകയാണ് പദയാത്ര ടൈറ്റിൽ പോസ്റ്റർ ചിത്രം എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ബിലാൽ നടന്നു പോകുന്ന പോലെ അല്ലേ ഇത്? ക്ലൈമാക്സിൽ സ്ലോ മോഷനിൽ നടന്ന് സായിപ്പിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ ബിലാൽ അനുഭവിച്ച ആത്മസംഘർഷമായിരിക്കും പ്ലോട്ട് എന്ന് തോന്നുന്നു. എന്നാൽ പോസ്റ്റിന്റെ ക്യാപ്ഷൻ അപ്പോൾ ഇത് ബിലാൽ 2 ആണോ? അടൂക്കോ മമ്മൂട്ടിയെ വെച്ച് ഇന്ത്യ മുഴുവൻ നടത്തിക്കുമോ എന്നിങ്ങനെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. തകഴിയുടെ പ്രശസ്ത നോവലായ രണ്ടിഴങ്കിനെയാണ് അടൂർ സിനിമയാക്കാൻ ഒരുങ്ങുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ കഥയും തിരക്കഥയും സംഭാഷണം അടൂർ ഗോപാലകൃഷ്ണനും കെ.വി. മോഹൻകുമാറും ചേർന്ന് നിർവഹിക്കുന്നു എന്നാണ് പോസ്റ്ററിലുള്ളത്. മുഖ്യ സംവിധാന സഹായിയായ മീര സാഹിബ്, ഛായാഗ്രഹണം ഷഹനാസ് ജലീൽ, ചിത്രസംയോജനം പ്രവീൺ കുമാർ, കലാസംവിധാനം ഷാജി നർവിൽ, സംഗീത സംവിധാനം മുജീബ് മജീദ് തുടങ്ങിയവരാണ് അണിയറയിൽ പ്രവർത്തകർ. പോസ്റ്റർ ഡിസൈനിലും വാക്കുകളിലെല്ലാം പഴമയുടെ രസക്കൂട്ടുകളാണ് പദയാത്രയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇത് നാലാം തവണയാണ് മമ്മൂട്ടിയും അടൂരും ഒന്നിക്കുന്നത്. 1987 പുറത്തിറങ്ങിയ അനന്തരം എന്ന സിനിമയുടെ ആദ്യമായി അടൂരും മമ്മൂട്ടിയും ഒന്നിച്ചത്. തുടർന്ന് വിധേയൻ, മതിലുകൾ എന്നീ സിനിമകളിൽ മമ്മൂട്ടി മുഖ്യ വേഷത്തിലെത്തി. മതിലുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയും വിധേയനിൽ വില്ലനായ ഭാസ്കര പട്ടേൽ എന്ന ജന്മിയുമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മമ്മൂട്ടിയുടെ കരിയറിലെ സുപ്രധാന വേഷങ്ങളായി ഇവ രണ്ടും മാറിയിരുന്നു. വിധേയനിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. സംസ്ഥാന അവാർഡും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. 2016 പുറത്തിറങ്ങിയ പിന്നെയും ആണ് അടൂരിന്റെ സംവിധാനത്തിൽ പിറങ്ങിയ അവസാനത്തെ സിനിമ.